ദ ജേർണലിസ്റ്റിലേക്ക് മണിക്കൂറുകൾക്ക് മുൻപാണ് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം ഇറാൻ നടത്തിയത്. അത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ അറിവും ധാരണയും ഉണ്ട് എന്നതായിരുന്നു. ആദ്യം ഇറാൻ്റേതായി വന്ന ഈ വാക്കുകൾ ഒരു ലാഘവത്തോടു കൂടിയായിരിക്കാം അന്താരാഷ്ട്ര മാധ്യമ സമൂഹം കണ്ടത്. കാരണം യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ അവകാശവാദങ്ങൾ നിരവധിയായി ഓരോ ദിവസവും പുറത്തു വരാറുണ്ട്. പക്ഷേ ഇന്ന് ലോകം നടുങ്ങിയ ഒരു സംഭവമായിരുന്നു പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഇറാൻ്റെ വ്യക്തവും തെളിവ് സഹിതമുള്ളതുമായ പ്രഖ്യാപനം. അതായത് അമേരിക്ക രഹസ്യമായി പേർഷ്യൻ ഗൾഫ് മേഖലയിലെ കടലിലൂടെ കൊണ്ടുപോയിരുന്ന 2 യുദ്ധക്കപ്പലുകളുടെ സ്പൈ വീഡിയോ അത് ഇറാൻ പുറത്തുവിടുകയാണ്. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ഏറ്റവും പുതിയ 600 ആയുധങ്ങൾ അവർ ഇറാനിൽ എത്തിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെയാണ് ഈ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് അമേരിക്കയ്ക്ക് കൃത്യവും സുവ്യക്തവുമായ മുന്നറിയിപ്പ് ഇറാൻ നൽകിയത്. അതായത് നിങ്ങൾ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് വേണ്ടി യുദ്ധക്കപ്പലുകളും ചാരക്കപ്പലുകളും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഞങ്ങളുണ്ട്, ഞങ്ങളത് കാണുന്നുണ്ട്, ഞങ്ങളത് അറിയുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കപ്പലുകളുടെ വീഡിയോകൾ ഞങ്ങളുടെ പക്കൽ എത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായി തന്നെ ഇറാൻ പ്രഖ്യാപിക്കുകയാണ് ഈ വീഡിയോ പുറത്തുവിട്ടതിലൂടെ. 2 US നേവി കപ്പലുകളും ഒരു സ്പാനിഷ് നേവി കപ്പലും ഉൾക്കൊള്ളുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു വലിയ യുദ്ധമുണ്ടാകുമെന്ന പ്രതീതി കഴിഞ്ഞ കുറേ നാളുകളായി തുടരുകയായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് യുദ്ധം ഉണ്ടാകാത്തത് എന്ന ചോദ്യം ലോകരാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. ഇറാൻ വെറുതെ വെല്ലുവിളിക്കുകയാണ്, ഇറാന് യുദ്ധം ചെയ്യാനുള്ള കഴിവില്ല, ഇറാൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല, റഷ്യയുടെ കയ്യിലും ആയുധങ്ങളില്ല, അതുകൊണ്ട് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള പറച്ചിലുകളാണ് ഇറാൻ നടത്തുന്നത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിമർശകർ ഉന്നയിച്ചത്. പക്ഷേ അതങ്ങനെയല്ല. ഇറാൻ കൂടുതൽ ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇറാനിലെ മാധ്യമങ്ങൾ തന്നെ ഇന്ന് പുറത്തുവിട്ടു. അതുപോലെ തന്നെ മിലിഷ്യ ഗ്രൂപ്പുകളുമായി ചേർന്ന് അല്ലെങ്കിൽ ഇറാൻ്റെ പിന്തുണയുള്ള മറ്റ് ഗ്രൂപ്പുകളുമായി ചേർന്ന് ഒരു സംയുക്ത ആക്രമണം പദ്ധതിയിടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ടെസ്റ്റ് ഡോസ് എയിലാത്ത് തുറമുഖത്തിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ പറയുന്ന ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ ചേർന്ന് നടത്തി. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നു ഇറാൻ സജ്ജമാണ് എന്നതിൻ്റെ മറ്റൊരു തെളിവായി അമേരിക്കയുടെ സൈനിക കപ്പലുകളുടെ നേവി കപ്പലുകളുടെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരു വശത്ത് തങ്ങളുടെ ആയുധ ശ്രേണികളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ ഇറാൻ പുറത്തുവിടുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് താക്കീതായി അമേരിക്കയുടെ നാവിക കപ്പലുകളുടെ ഒക്കെ സ്പൈ വിഷ്വൽസും പുറത്തുവിടുന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരം അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അമേരിക്കയ്ക്ക് നേരെയും ഇറാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. അല്ലെങ്കിൽ അമേരിക്കയെയും റഡാറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ കൂടി അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക ശക്തിയെ കൂടി അടിക്കാനുള്ള നീക്കങ്ങൾ ഇറാൻ അണിയറയിൽ ഒരുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം സിറിയയിൽ അമേരിക്കയുടെ സൈനിക ക്യാമ്പിന് നേരെ അവിടുത്തെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ അവിടുത്തെ സിറിയൻ ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ അതായത് ഇറാൻ പിന്തുണയുള്ള സിറിയൻ ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ വലിയ ആക്രമണങ്ങൾ നടന്നിരുന്നു. അവിടെ സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി, നിരവധി സൈനികർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവുമുണ്ടായി. അതായത് അമേരിക്കയ്ക്ക് നേരെയുള്ള ആക്രമണം എന്നതും ഇറാൻ്റെ അജണ്ടയിലുണ്ട്. ഇറാൻ്റെ പാർലമെൻറ്റിൻ്റെ സ്പീക്കർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമേരിക്കയ്ക്കും അതായത് ഇസ്രായേലിന് വഞ്ചനാപരമായ പിന്തുണ കൊടുക്കുന്ന അമേരിക്കയെയും ശിക്ഷിക്കുമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിന് വലിയ പിന്തുണ കൊടുക്കാൻ വേണ്ടി യുദ്ധവിമാനങ്ങളും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അമേരിക്ക വലിയ തോതിലുള്ള പിന്തുണ ഇസ്രായേലിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും അമേരിക്കയെയും എന്ന സന്ദേശം അല്ലെങ്കിൽ മുന്നറിയിപ്പ്, ആ വാക്ക് ഉപയോഗിക്കുന്നത് നല്ലത്, മുന്നറിയിപ്പ് നൽകുകയാണ് ഈ നീക്കത്തിലൂടെ ഇറാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മിഡിൽ ഈസ്റ്റിൽ US സൈനിക സാന്നിധ്യം യുദ്ധം ഭയന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അമേരിക്കയുടെ സുരക്ഷാ ചുമതലയുള്ള വക്താവ് ജോൺ കിർബി അദ്ദേഹം ഇന്ന് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇസ്രായേലിന് വേണ്ട എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകുമെന്നാണ്. അപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കണമെങ്കിൽ അറബ് രാജ്യങ്ങളടക്കം ഇപ്പോൾ ഇറാനൊപ്പം ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിൽ സൈനിക സാന്നിധ്യം അല്ലെങ്കിൽ സൈനിക നിരീക്ഷണം അമേരിക്കയ്ക്ക് വർദ്ധിപ്പിച്ചേ കഴിയൂ. അങ്ങനെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ കപ്പലുകളൊക്കെ ഇപ്പോൾ അമേരിക്ക ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് എത്തിച്ചിരിക്കുന്നത്, അതിലൂടെ പര്യടനം നടത്തുന്നത്. ഈ ഘട്ടത്തിൽ
നിങ്ങൾ എന്തു നീക്കം ഞങ്ങൾക്കെതിരെ നടത്തിയാലും അത് കണ്ടെത്താനും തിരിച്ചറിയാനും പിടിക്കാനുമുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ പുറകെയുണ്ട് എന്ന് സന്ദേശം കൊടുക്കുന്ന വിധത്തിലാണ് ഇറാൻ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ്റെ സർവേലൻസ് ഉണ്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇറാൻ ഇതിലൂടെ പറയാതെ പറയുകയാണ്. സ്പാനിഷ് ഹെലികോപ്റ്റർ കാരിയറിൻ്റെ ദൃശ്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ 2 കപ്പലുകളടക്കം ഇതിൽ കൃത്യമായി തന്നെ കാണാം. ആ കപ്പലുകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ദൃശ്യങ്ങൾ, അതിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഏരിയൽ ഷോട്ടുകൾ, ആംഗിൾ ഷോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അമേരിക്കയുടെ മുഴുവൻ ചാര സംവിധാനവും ഇൻ്റലിജൻസ് സംവിധാനവും ഒക്കെ ഉണ്ടായിട്ടും ഈ ഇറാൻ്റെ സ്പൈ ക്യാമറ അല്ലെങ്കിൽ ഇറാൻ്റെ ചാരക്കണ്ണുകൾ അമേരിക്കയുടെ പുറകെ ഉണ്ട്, അമേരിക്കയുടെ കപ്പലുകൾക്ക് പുറകെ ഉണ്ട് എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് പോലും ഒരു ഞെട്ടിക്കുന്ന സാഹചര്യമാണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും പ്രത്യാക്രമണത്തിന് ഇറാൻ മാസീവായി തയ്യാറെടുക്കുന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു. ഇറാൻ്റെ IRGCയുടെ ഡെപ്യൂട്ടി കമാൻഡൻറ്റ് തന്നെ പറഞ്ഞത്, ഞങ്ങൾ ആയത്തുള്ള അലി ഖൊമൈനിയുടെ സത്യവാചകം അല്ലെങ്കിൽ പ്രതിജ്ഞ ഞങ്ങൾ നടപ്പാക്കും, അതായത് തിരിച്ചടിക്കും, ഇസ്രായേലിന് നേരെ വലിയ പ്രഹരമേൽപ്പിക്കും എന്ന് മാത്രമല്ല, ഇപ്പോൾ ഹമാസും ഇസ്രായേലും തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ടായി, ഗസയിൽ വെടിനിർത്തലുണ്ടായാലും ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരം ഞങ്ങൾ ചെയ്തിട്ടേ പോകൂ എന്നാണ് ഇറാൻ പറയുന്നത്. അതുകൊണ്ട് യുദ്ധം ഉറപ്പാണ്. എന്തായാലും അമേരിക്ക ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയ്ക്ക് പുറകെയും ഇറാൻ ഉണ്ട്, അമേരിക്കയ്ക്ക് നേരെയും തിരിച്ചടിക്കാൻ ഇറാൻ സജ്ജമാണ്. അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ ഓരോന്നും ഇറാൻ്റെ റഡാറിനുള്ളിൽ ഉണ്ട് എന്ന് ഇറാൻ ലോകത്തെ അറിയിക്കുന്നത് മറ്റൊരു വലിയ സൂചനയാണ്. അത് അമേരിക്കയോടും വിട്ടുവീഴ്ചയില്ല ഞങ്ങൾക്ക് എന്ന് പറയുന്നതിന് തുല്യമാണ്. എന്തായാലും ഈ വീഡിയോ ദൃശ്യങ്ങൾ വന്നതോടുകൂടി ഇറാൻ ശക്തമായി തന്നെ യുദ്ധമുഖത്തുണ്ട് എന്ന ഒരു തെളിവ് അല്ലെങ്കിൽ യുദ്ധമുഖത്തുണ്ട് എന്ന വ്യക്തത വരികയാണ് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് ഇറാൻ വെറുതെ പറയുന്നതല്ല, യുദ്ധം ചെയ്യുമെന്നും തിരിച്ചടിക്കുമെന്നും ഒന്നും ഇറാൻ വെറുതെ പറയുന്നതല്ല, മറിച്ച് ഇറാൻ്റെ കയ്യിൽ വ്യക്തമായ പ്ലാനുണ്ട്. എന്തൊക്കെയാണ് തങ്ങൾക്ക് നേരെ വരാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് ഇറാന് ധാരണയുണ്ട്. ഏതൊക്കെ വഴിക്കാണത് വരുന്നത് എന്ന് സംബന്ധിച്ച് ഇറാൻ സർവേലൻസിൽ വെച്ചിട്ടുണ്ട്. ആ സർവേലൻസിൻ്റെ ചിത്രങ്ങളും അല്ലെങ്കിൽ ആ സർവേലൻസിലാക്കി വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ച് യുദ്ധം ചെയ്യുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്നത് ഇറാൻ മുന്നിട്ടിറങ്ങിയ ഒരു പദ്ധതിയാണ്. അത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന അപകടകരമായ അല്ലെങ്കിൽ ആപത്കരമായ ആശങ്കാജനകമായ സന്ദേശമാണ് ഇന്ന് ലോകത്തിന് ലഭിക്കുന്നത്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, യുദ്ധമില്ലാത്തൊരു ലോകമാണ് എന്നും പ്രത്യാശയുടെയും നന്മയുടെയും ലോകം. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളൊക്കെ യുദ്ധമില്ലാതിരിക്കാൻ വേണ്ടി പ്രത്യാശിച്ചാലും പ്രാർത്ഥിച്ചാലും ഈ വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ, അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് യുദ്ധം എന്നത് അനിവാര്യമാണ്. യുദ്ധമില്ലെങ്കിൽ അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കപ്പെടും, അവിടെ പുതിയ ഭരണാധികാരികൾ വരും. അങ്ങനെയുള്ള പല രാഷ്ട്രീയപരമായ കാരണങ്ങളും നെതന്യാഹുവിന് ഈ യുദ്ധം തുടർന്ന് കൊണ്ടുപോകുന്നതിനുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധമില്ലാതിരിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും, എത്രയൊക്കെ വെടിനിർത്തലിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടായാലും, ഒരു യുദ്ധം എന്നത് തൻ്റെ അധികാരം നിലനിർത്താനുള്ള നെതന്യാഹുവിൻ്റെ അല്ലെങ്കിൽ പഴയ അഴിമതി കേസിൽ കുറ്റവിചാരണ ചെയ്യപ്പെടാതിരിക്കാനുള്ള ഒരു മറയായി നെതന്യാഹു ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ആസന്നമായ യുദ്ധം അത് വരികയാണ്, അത് അധികം അകലെയല്ലാതെയുണ്ട്. അത് അമേരിക്കയ്ക്ക് നേരെയും ഉണ്ടാകും ആ ആക്രമണം എന്ന് ഇറാൻ പറയുന്നു എന്നതിൻ്റെ പുതിയ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്.